ഇന്നലെ തുടങ്ങി പിള്ളേരെ പറ്റിക്കാനാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ. പക്ഷേ എനിക്കൊരു കള്ളമടി വന്നേ. അപ്പോൾ എന്തായാലും രാവിലെ സ്കൂളിൽ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് ക്ലാസ് വിട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും ചിക്കൻ ബിരിയാണി റെഡിയാക്കി വെച്ചോളാന്ന്. അപ്പോൾ അതേ നമുക്ക് ആദ്യം തന്നെ ചിക്കനിൽ കുറച്ച് അരപ്പൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, ഉപ്പൊക്കെ ചേർത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഒരു മഞ്ഞ മയത്തിലുള്ള ബിരിയാണി ഉണ്ടാക്കാന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പൊ അതേ ചട്ടി വെച്ചു, ഓയിൽ ഒഴിച്ചിട്ട് സവോളയ്ക്കെല്ലാം വറുത്ത് കോരി മാറ്റിയിട്ട് അതേ ഓയിലിൽ തന്നെ ഇനി വീണ്ടും ഓയിൽ ഒഴിക്കണം കേട്ടോ. അതേ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മൾ ആ അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഇതേപോലെ തിരിച്ച് മറിച്ചു വിട്ട് ആക്കിയെടുത്തിട്ട് ചട്ടിയോടുകൂടി മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഇതേ കുക്കറിലാണ് ഞാനിന്ന് ബിരിയാണി വെക്കുന്നത്. അപ്പൊ അതേ കുക്കർ ഒന്ന് ചൂടായപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മുഴുവൻ മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. പട്ട, പെരുംജീരകം, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലൊക്കെ ഇട്ട ശേഷം അതിനകത്തോട്ട് ഒരു സവോളയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്ത ശേഷം അതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് അതിനകത്തൊരു പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് നുള്ളു മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി, എൻ്റെ അടുത്ത് ബിരിയാണി മസാല ഇല്ലാത്തത് കൊണ്ടിട്ട് ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിന്റെ ഒപ്പം തന്നെ തൈരും മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയ ശേഷം നമ്മൾ ആ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ഇല്ലേ, അത് അങ്ങനെ തന്നെ നമുക്ക് ആ ചട്ടിയോട് കൂടി ഇതിനകത്തോട്ട് ഒഴിക്കാട്ടോ. അപ്പൊ അതിനകത്തൊരു ഇച്ചിരിക്കോളം വെള്ളമൊക്കെ ഇങ്ങനെ ഊറിക്കിടപ്പുണ്ട്. അപ്പൊ അതും ഞാൻ അതിനകത്തോട്ട് ഇടുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ 3.5 ഗ്ലാസ് ബസ്മതി റൈസ് ആണ് എടുത്തേക്കണത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 3.5 ഗ്ലാസ് വെള്ളം ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെള്ളത്തിനകത്തോട്ട് നമ്മൾ അരമണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ച ബസ്മതി റൈസും കൂടെ ഇട്ട് കൊടുത്ത് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മല്ലിയിലും പുതിനയിലും മീതയിലൊന്ന് വിതറിയിട്ട് നമുക്ക് ഒരു വിസിൽ അടിച്ചെടുക്കാം കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ. ഒറ്റ ഒരു വിസിലോട് കൂടി നമുക്ക് തീ ഓഫ് ആക്കാം. എന്നിട്ട് ആവി പോണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാട്ടെ എന്ത് ഭാഗമോ എന്ന്. അപ്പത്തേക്ക് ഞാൻ ആ നേരം കൂടെ ഇത്തിരി കച്ചമ്പർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ കുക്കറിന്റെ ആവി എല്ലാം പോയപ്പോഴത്തേക്ക് ഞാൻ തുറന്നു നോക്കി. ആദ്യം ഒരു പുക മയമാണ് കേട്ടോ. അത് ഈ ഒരു പരുവത്തിലാണ് വന്നത്. പിന്നെ പുകയൊക്കെ മാറിയത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും കൂടെ ഞാനൊന്ന് മീതയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന സവോള കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നില്ലേ, അപ്പൊ അതും കൂടെ ഒന്ന് മീതയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇതിൽ പിന്നെ അലങ്കാരപ്പണികളൊന്നും ഇല്ല കേട്ടോ. കശുവണ്ടി മുന്തിരി ഒന്നും ഞാൻ നെയ്യിൽ വറുത്തിട്ടിട്ടില്ല. കാരണം ഇട്ടാൽ തന്നെ ഇവിടെ ആരും കഴിക്കാനും പോണില്ല. എല്ലാം പെറുക്കി പെറുക്കി സൈഡിലോട്ട് മാറ്റും. അപ്പൊ ഞാൻ സവോളയൊക്കെ വറുത്തിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ ഇരുന്ന് ഇനി വെന്ത് പാപ്പമൊന്നും ആകില്ല കേട്ടോ. അപ്പൊ അതേ ഞാൻ അതെടുത്ത് ഒന്നുകൂടെ ഇളക്കിയിട്ട് നമ്മുടെ കാസറോളിനകത്തോട്ട് പകർത്തുന്നുണ്ട്. ചോറ് നല്ല ഒന്നിനൊന്നും തൊടാതെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെ ഇതാണ് ഞാൻ പറഞ്ഞ മഞ്ഞ 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 ബിരിയാണി കേട്ടാ. അപ്പൊ ഞാനും ചേട്ടനും കൂടി ചൂടാടെ കൂടി കഴിക്കാന്ന് കരുതി കേട്ടോ. അപ്പൊ അപ്പനും പിന്നെ മക്കൾക്കും ഉള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഡയറ്റാണ് പോലും, ഡയറ്റ് കുത്തിക്കരണ കണ്ടില്ല. അപ്പൊ അത്ര ഉള്ളട്ടാ.